പാഠം 12 ക്രിസ്തുമസ്. സ്നേഹമാണ് ലോകത്തിൽ ഏറ്റവും നന്മയുള്ളതെന്ന് തെളിയിച്ച യേശുവിന്റെ തിരുപ്പിറവിയാണ് ക്രിസ്തുമസ്. സമാധാനത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസിലൂടെ ലോക ജനത സ്വീകരിക്കേണ്ടത്. എല്ലാ വർഷവും ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുക. കുളിരുമായി ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്കും ആരംഭം കുറിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ആഘോഷങ്ങൾ? ആശംസാ കാർഡ് കൈമാറുന്നു. വീടുകളിലും ദേവാലയങ്ങളിലും ഉണ്ണിയേശുവിന്റെ പിറവി കുറിക്കുന്ന പുൽക്കൂട് ഒരുക്കുന്നു. ക്രിസ്മസ് ട്രീ നിർമ്മിച്ചും നക്ഷത്ര വിളക്കുകൾ തൂക്കിയും കുട്ടികളും ക്രിസ്മസിനെ വരവേൽക്കുന്നു. ഉണ്ണിയേശുവിന്റെ ജന്മദിനത്തിൽ നീലാകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന പുണ്യ താരകത്തെ ചടങ്ങിലൂടെ നാം അനുസ്മരിക്കുന്നു. എന്താണ് ക്രിസ്മസിന്റെ സന്ദേശം? ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വചനങ്ങളാണ് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ബൈബിൾ വാക്യം ക്രിസ്മസിന്റെ സന്ദേശം തന്നെയാണ്. യേശു പിറന്ന രാവിൽ മാലാഖമാർ ഈ വരികൾ ആവർത്തിച്ചു പാടി. ഇന്നും വിവിധ കരോൾ സംഘങ്ങൾ ഈ ഗാനം വീടുകളിൽ എത്തിക്കുന്നു. ക്രിസ്മസ് രാത്രിയിൽ കുഞ്ഞുങ്ങളെ തേടി സാന്താക്ലോസ് അപ്പൂപ്പൻ നിരവധി ഉപഹാരങ്ങളുമായി വരുമെന്നാണ് സങ്കല്പം. എത്ര സുന്ദരമാണെന്നോ സാന്താക്ലോസ് അപ്പൂപ്പന്റെ വേഷം! അയഞ്ഞതും ചുവന്നതുമായ കുപ്പായം, മഞ്ഞുപോലെ വെളുത്ത താടിയും മുടിയും, കൂമ്പൻ തൊപ്പി, തൊപ്പിക്കൊരു വാല്, കീശയിൽ നിറയെ മിഠായി. എല്ലാവർക്കും നൽകുന്നത് സന്തോഷം മാത്രം. ജാതിയുടെയും മതത്തിന്റെയും വംശത്തിന്റെയും പേരിൽ സഹോദരങ്ങൾ തമ്മിലടിക്കുകയും കാട്ടുമൃഗങ്ങളെ പോലെ കടിച്ചു കീറുകയും ചെയ്യുന്നു. ഈ ലോകത്തിൽ ക്രിസ്മസ് നമ്മെ സദാ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. ഒരിക്കലും മറക്കരുതാത്ത ഒന്ന്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. ഈ സന്ദേശം മറന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല.